പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നമ്മുടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം സൂര്യൻ്റെ മീനമാസത്തിലേക്കുള്ള ചാരവശാലുള്ള പ്രവേശനവും ശുഭാശുഭ ഫലങ്ങളുമാണ്. ഒരു മാസക്കാലമാണ് സൂര്യൻ ഒരു രാശിയിൽ നിൽക്കുക. 12 രാശികളിലും സൂര്യൻ ഓരോ രാശികളിലും മാറി മാറി സഞ്ചരിച്ച് ഇപ്പോൾ സൂര്യൻ മീനൻ രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. സൂര്യൻ മീനൻ രാശിയിലേക്ക് പ്രവേശിച്ചത് 1201 മീനമാസം 1-ാം തീയതി, അതായത് 2026 ഏപ്രിൽ മാസം 15-ാം തീയതി കാലത്ത് 1 മണിക്കാണ്. ആ സമയത്തായിരുന്നു മീനരവി സംക്രമം നടന്നത്. കഴിഞ്ഞ 2 മാസക്കാലമായി സൂര്യൻ ശത്രുക്ഷേത്രത്തിലായിരുന്നു, മകരത്തിലും കുംഭത്തിലും. യഥാർത്ഥത്തിൽ സൂര്യൻ്റെ ബലം, സൂര്യൻ്റെ പ്രഭാവം ആരംഭിക്കുന്നത് മീനൻ രാശിയിൽ, സ്വന്തം സുക്ഷേത്രമായ മീനൻ രാശിയിൽ പ്രവേശിക്കുന്ന സമയം മുതലാണ്. ഏതായാലും ഈ മീനമാസക്കാലം ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ എപ്രകാരമാണെന്ന് നമുക്ക് ചിന്തിക്കണം. മീനൻ രാശിയിൽ നിൽക്കുന്ന സൂര്യന് വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിരിക്കുന്ന ആശ്രയഫലം ഇപ്രകാരമാണ്: തോയോത്ഥ പണ്യ വിഭവ വനിതാധൃത അന്ത്യേ. ഇദ്ദേഹം വനിതകളാൽ ആദരിക്കപ്പെടും. 1. തോയോത്ഥ പണ്യ വിഭവ, ജലവുമായി ബന്ധപ്പെടുന്ന ക്രയവിക്രയങ്ങളിലൂടെ ഇദ്ദേഹത്തിന് ധാരാളം സമ്പത്ത് ലഭിക്കും. അതിനാൽ ഈ മീനമാസം എന്ത് വന്നാലും ഗൾഫിൽ ഇന്ന് നേരിടുന്ന, മിഡിൽ ഈസ്റ്റിൽ നേരിടുന്ന ഇറാൻ അമേരിക്ക യുദ്ധത്തിലൊക്കെ തന്നെ ഒരു തീരുമാനം, വെള്ളത്തിലൂടെയുള്ള ചരക്ക് ഗതാഗതം അല്ലെങ്കിൽ ഓയിൽ റിഫൈനറിയുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലൊക്കെ തന്നെ തീരുമാനങ്ങൾ ഉണ്ടാകാൻ പര്യാപ്തമാകും ഈ മീനമാസത്തിലെ സൂര്യനെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സൂര്യൻ മീനമാസത്തിൽ അങ്ങേയറ്റം അത്യുച്ചത്തിൽ രാശിയിലേക്ക്, ഉച്ചരാശിയിലേക്ക്, മേടത്തിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ്. അതിനാൽ മീനത്തിൽ സൂര്യന് വളരെയധികം പ്രാധാന്യമുണ്ട്. സൂര്യൻ ചുട്ടുപൊള്ളുന്നൊരു ഗ്രഹമാണ്. അതിനാൽ തൻ്റെ പരിസരത്തിനെ മുഴുവനും എന്തു ചെയ്യും? തൻ്റെ രശ്മികളാൽ സൂര്യൻ അങ്ങേയറ്റം എന്ത് ചെയ്യും? പീഡിപ്പിക്കും. സൂര്യാതാപം ഏൽക്കേണ്ട സമയമാണ്. വലിയ ബുദ്ധിമുട്ടാണ്. നടന്നു പോകുമ്പോൾ പോലും സൂര്യരശ്മികൾ അതിൻ്റെ വല്ലാത്തൊരു അനുഭവത്തിലേക്ക്, ചൂടിലേക്ക് പ്രവേശിക്കുന്ന സമയമാണെന്ന് കൂടി എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ അറിയണം. ഇവിടെ നാം മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു തുലാൻ രാശി. ഇവിടെ തുലാൻ രാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് അവരുടെ ലാഭാധിപനാണ്, 11-ാം ഭാവത്തിൻ്റെ അധിപനാണ്. തുലാൻ രാശിക്കാർക്ക് സൂര്യൻ ചിങ്ങൻ രാശി അവരുടെ 11-ാം ഭാവമാണ്. 11-ാം ഭാവം എന്താണ്? സർവാഭീഷ്ടാഗമ, താൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കുന്ന ഭാവമാണ് 11-ാം ഭാവം. സൂര്യൻ നിൽക്കുന്നതാകട്ടെ അതിശക്തമായി സ്വന്തം സുക്ഷേത്രത്തിൽ 6-ാം ഭാവത്തിലായിരുന്നു. കഴിഞ്ഞ 60 ദിവസക്കാലം മകരത്തിലും കുംഭത്തിലും സൂര്യൻ വളരെയധികം ദുർബലനായിരുന്നു. അതിൽ നിന്നും വിഭിന്നമായി സൂര്യൻ അതിശക്തമായി 6-ാം ഭാവത്തിൽ നിൽക്കുന്നു എന്നൊരു പ്രത്യേകത ഈ ഒരു മാസക്കാലം ഉണ്ട്. അതിനാൽ ഈ ഒരു സൂര്യൻ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും. ബലവാൻ ശത്രു ജിതസ്യ ശത്രുയാതെ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അതിൽ സൂര്യൻ വരുമ്പോൾ ബലവാനും തൻ്റെ ശത്രുക്കളെ ജയിക്കുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സൂര്യൻ ശത്രുക്കളെ നിഗ്രഹിക്കും. ചമത്കാരി ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്ന ഫലം: രിപുധ്വംസകൃത് ഭാസ്കരോ യശീഷേ തനോദിവ്യയം രാജതോ മിത്രുതോ. രിപുധ്വംസകൃത്, ശത്രുവിനെ നശിപ്പിക്കുമാറില്ല സൂര്യൻ. തനോദിവ്യയം, ധാരാളം ചെലവുണ്ടാകും. രാജതഃ, രാജാവിൽ നിന്നും. ഇപ്പം രാജാവ് സർക്കാർ ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ തന്നെ കാശ് കൊണ്ടുപോകും. മിത്രതഃ, സൗഹൃദത്തിലൂടെ തനിക്ക് കുറേ കാശുകൾ പോകും. കുരേ മാതുരാപത് ചതുഷ്പാദയോഗം, നാൽക്കാലികളെ കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇന്ന് നാൽക്കാലികൾ എന്നാൽ വാഹനങ്ങളാണ്. അതിനാൽ വാഹന വിഷയം വളരെ ജാഗ്രത വെച്ച് കൈകാര്യം ചെയ്യണം. അല്ലെങ്കിൽ നാൽക്കാലികളെ കൊണ്ട് അപകടങ്ങൾ, പശു ഫാം, ഗോഡ് ഫാം ഒക്കെ ഉണ്ടാക്കുന്നവർക്കൊക്കെ ഈ ഒരു സമയം അതിനെ കൊണ്ട് ബുദ്ധിമുട്ടുകൾ വരാം. നാൽക്കാലികൾക്ക് നാശമുണ്ടാകാം. പ്രയാണേ വിഷാദേഹി നിഷാദം ലഭ്യത, വഴിയിൽ വെച്ചിട്ട് കാട്ടാളരാൽ ആക്രമിക്കപ്പെടും. കാട്ടാളെന്ന് വെച്ചാൽ ഇന്ന് പലപ്പോഴും MDA കഞ്ചാവടിച്ച് നടക്കുന്ന കാട്ടാളിൻ്റെ സ്വഭാവം പൂണ്ടു നിൽക്കുന്നവരുമായി തർക്കമുണ്ടാകാം. അതിനാൽ യാത്രയിൽ പെട്ടെന്ന് അപകടമുണ്ടാകുമ്പോൾ പ്രകോപിതനാവുക, പരസ്പരം പോരടിക്കുക, അവരിൽ നിന്നും പേട്ടടി കൊള്ളേണ്ടുന്ന അവസ്ഥ വരും. അതിനാൽ സ്വന്തം പ്രഭാവം കാത്തു സൂക്ഷിക്കുന്നു. മറ്റുള്ള ടെൻഷൻസിനൊന്നും ഭാഗമാക്കേണ്ട. സൂര്യൻ അങ്ങേയറ്റം ഗുണം ചെയ്യും. സൂര്യൻ രോഗസ്ഥാനത്ത് നിൽക്കുമ്പോൾ
ശാരീരികമായി ഡിസ്ക് സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ, പാദങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുകളും ഈ സൂര്യദശയിൽ ശ്രദ്ധിക്കണം. ഇവിടെ ശത്രുദോഷ പരിഹാരമായി നന്നായി ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്യുക. പിന്നീട് 6-ാം ഭാവത്തിൽ സൂര്യൻ വരുമ്പോൾ തൻ്റെ പിതാവിന് പലപ്പോഴും കംപ്ലൈൻറ്റ് ഉണ്ടാകും, മകൻ തന്നെ നോക്കുന്നില്ല എന്ന്, മകൻ തന്നെ വേണ്ടത്ര നോക്കുന്നില്ല എന്ന കംപ്ലൈൻ്റാണ്. അല്ലെങ്കിൽ അച്ഛന് രോഗാദി അരിഷ്ടതകൾ വരാം, ജോലി സ്ഥലത്തുള്ള മകൻ അച്ഛനെ നോക്കാനുള്ള പ്രയാസങ്ങൾ ഉണ്ടാകാം. ഇതൊക്കെ സംഭവിക്കുന്ന മാസമാണ്. 6-ൽ ചന്ദ്രൻ വരുമ്പോൾ മാതാവിനെ ശുശ്രൂഷിക്കേണ്ട യോഗമില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, 6-ൽ സൂര്യൻ വരുമ്പോൾ പിതാവിനെ ശുശ്രൂഷിക്കാനുള്ള അവസരം ലഭിക്കില്ലെന്നറിയുക. അച്ഛൻ്റെ പേരിൽ മൃത്യുഞ്ജയ ഹോമം ചെയ്യുന്നത് വളരെ ഗുണമാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നല്ലൊരു തുലാം രാശിക്കാർക്ക് ശോഭനമായൊരു മാസകാലത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.